നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. എലപ്പുള്ളി വിഷയത്തിൽ പോർമുഖം തുറന്ന് രമേശ് ചെന്നിത്തല നാളെ പാലക്കാട്. ചെർപ്പളശ്ശേരിയിൽ വൻ തീപിടുത്തം, വ്യാപാര സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. സംസ്ഥാനത്തെ മികച്ച ഭരണാധികാരിക്കുള്ള പുരസ്കാരം ഡോക്ടർ എസ് ചിത്രയ്ക്ക്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിന് NAC A++ അംഗീകാരം. വാർത്തകൾ വിശദമായി. എലപ്പുള്ളി വിഷയത്തിൽ പോർമുഖം തുറന്ന് രമേശ് ചെന്നിത്തല നാളെ പാലക്കാട്. വിവാദം വിതച്ച എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി വിഷയത്തിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ പാലക്കാട്ടെത്തും. മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ അഴിമതിയാണ് എലപ്പുള്ളിയിലേതെന്ന ശക്തമായ ആരോപണമാണ് ഇതിനു മുന്നോടിയായി ഇന്ന് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മഴനില പ്രദേശമായ പാലക്കാട്ട് ജലചൂഷണമില്ലാതെ ഇത്തരം ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാനാവില്ലെന്ന് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 1.5 മാസം എക്സൈസ് മന്ത്രിയുടെ മേശപ്പുറത്തിരുന്ന ഫയൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ 6ാം നാൾ അനുമതി നൽകി മുഖ്യമന്ത്രിക്ക് കൈമാറിയതിന് പിന്നിൽ വ്യക്തമായ അഴിമതിയുണ്ടെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. അഭിപ്രായം പറയാതെ CPI ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കാൻ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. ചെന്നിത്തല നേരിട്ട് കളത്തിലിറങ്ങുന്നത് കോൺഗ്രസിനുള്ളിലെ ചാമ്പ്യൻ പട്ടം തിരികെ പിടിക്കാനുള്ള കണക്കുകൂട്ടലോടെയാണെന്ന വ്യാഖ്യാനവുമുണ്ട്. ഐ ഗ്രൂപ്പിന് മുൻതൂക്കമുള്ള പാലക്കാട് DCC ആണ് ചെന്നിത്തലയ്ക്ക് പുതിയ പോർമുഖം ഒരുക്കി കൊടുക്കുന്നതെന്ന് കേവലം യാദൃശ്ചികമല്ലെന്നാണ് നിരീക്ഷണം. ചെർപ്പളശ്ശേരിയിൽ വൻ തീപിടുത്തം, വ്യാപാര സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. ചെർപ്പളശ്ശേരിയിൽ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. ഒറ്റപ്പാലം റോഡിലായി ഇരുനിലകളിലുള്ള ബിസ്മി റെക്സിൻ സെന്റർ പൂർണ്ണമായും, തൊട്ടടുത്ത ചായക്കട ഭാഗികമായും കത്തിനശിച്ചു. തൊട്ടുള്ള പള്ളിയുടെ ഒരു ഭാഗത്തേക്കും തീ പടർന്നുവെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു. രാത്രി 12 മണിക്കായിരുന്നു തീപിടുത്തം. ആളപായമില്ല. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തീ കെടുത്താൻ കഴിഞ്ഞത്. പട്ടാമ്പി, ഷൊർണൂർ, കോങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നായി 8ഓളം അഗ്നിശമന സേനാ യൂണിറ്റുകൾ ചേർന്ന നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെയാണ് തീ നിയന്ത്രിച്ചത്. സംസ്ഥാനത്തെ മികച്ച ഭരണാധികാരിക്കുള്ള പുരസ്കാരം ഡോക്ടർ എസ് ചിത്രയ്ക്ക്. സംസ്ഥാനത്തെ മികച്ച വരണാധികാരിയായി പാലക്കാട് ജില്ലാ കളക്ടർക്ക് അംഗീകാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ വരണാധികാരിക്ക് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ജില്ലാ കളക്ടർ എസ് ചിത്ര അർഹയായി. മികച്ച 2ാമത്തെ ബൂത്ത് ലെവൽ ഓഫീസർക്കുള്ള പുരസ്കാരം, മികച്ച 2ാമത്തെ ഇലക്ടറൽ ലിറ്ററസി ക്ലബിനുള്ള പുരസ്കാരം എന്നിവയും പാലക്കാട് സ്വന്തമാക്കി. പ്രത്യേക ഗോത്രവർഗത്തിൽ ഉൾപ്പെടുന്ന 2198 പേരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായതാണ് നേട്ടമായത്. 90% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഹോം വോട്ട് രേഖപ്പെടുത്തിയതിൽ സ്വീകരിച്ച നടപടികളും കടുത്ത ചൂടിൽ വോട്ടർമാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയതും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതാണ് ഡോക്ടർ ചിത്രയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. മണ്ണാർക്കാട് ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന SR യൂനിസിനാണ് മികച്ച 2ാമത്തെ ബൂത്ത് ലെവൽ ഓഫീസർക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്തത്. മലപ്പുറം ജില്ലയിലെ വളവന്നൂർ ബാഫഖി യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഇലക്ട്രൽ ലിറ്ററസി ക്ലബിനുള്ള പുരസ്കാരം അഗളി IAHRD കോളേജിനാണ് ലഭിച്ചത്. ഗോത്ര ഊരുകൾ തോറും എത്തി തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ പുരസ്കാരം. 25-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മണ്ണാർക്കാട് MES കല്ലടി കോളേജിന് NAC A++ അംഗീകാരം. മണ്ണാർക്കാട് കല്ലടിക്കോട് MES കോളേജിന് NACന്റെ A++ ഗ്രേഡ് അംഗീകാരം ലഭിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ C രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ ആദ്യമായിട്ടാണ് NACന്റെ A++ ഗ്രേഡ് ഒരു സ്ഥാപനത്തിന് ലഭിക്കുന്നത്. മാത്രമല്ല, MES വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യമായി NACന്റെ അംഗീകാരം ലഭിക്കുന്നതും MES കല്ലടിക്കോടിനാണ്. 1967 സ്ഥാപിതമായ MES കോളേജിൽ നിലവിൽ ഡിഗ്രി, PG ഗവേഷണ വിഭാഗങ്ങളിലായി 35 കോഴ്സുകൾ നിലവിലുണ്ട്. 3500-ൽ പരം വിദ്യാർത്ഥികളുള്ള വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങളും കലാകായിക മികവും ബൗദ്ധിക സാഹചര്യവും പരിഗണിച്ചാണ് NAC അംഗീകാരം നൽകുന്നത്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിന്റെ 4ാമത്തെ അക്രഡിറ്റേഷൻ പ്രക്രിയയാണ്, 4ാമത്തെ സൈക്കിൾ അക്രഡിറ്റേഷൻ പ്രക്രിയയാണ് പൂർത്തിയാക്കിയത്. അക്രഡിറ്റേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 ദിവസത്തെ ഉന്നതതല സംഘത്തിന്റെ സന്ദർശനം കഴിഞ്ഞ വെള്ളിയാഴ്ച പൂർത്തിയായിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ ശ്രീ വൈഷ്ണവ് വിദ്യാപീഠ് വിശ്വവിദ്യാലയയിലെ വൈസ് ചാൻസലർ ഡോക്ടർ ഉപീന്ദർ ധർ, കർണാടകയിലെ മാണ്ഡ്യ സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാമു നരേഷ് ഗൌഡ, ഹരിയാനയിലെ അംബാല സനാതന ധർമ്മ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ രജിന്ദർ സിംഗ് എന്നിവരടങ്ങിയ സംഘം ആണ് കോളേജ് സന്ദർശിച്ചത്. ഇവര് കോളേജിന്റെ അക്കാദമിക നിലവാരം, പഠന ബോധന പ്രക്രിയ, ഗവേഷണം, സാമൂഹ്യ സേവനം, ഭൗതിക സൗകര്യങ്ങൾ, വിദ്യാർത്ഥി ക്ഷേമം മുതലായ മേഖലകളിൽ കഴിഞ്ഞ 5 വർഷത്തെ കോളേജിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ റിപ്പോർട്ട് പ്രിൻസിപ്പൾക്ക് സമർപ്പിക്കുകയുണ്ടായി. 1967-ലാണ് MES കല്ലടി കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. MESന്റെ ആദ്യത്തെ
കോളേജാണ് MES കല്ലടി കോളേജ്. നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തി ആധുനിക വിദ്യാഭ്യാസ കോഴ്സുകളും തൊഴിൽ സംരംഭക പരിശീലന കേന്ദ്രങ്ങളും സ്റ്റാർട്ടപ്പുകളും ആരംഭിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ചെയർമാൻ KCK സൈദാലി, ട്രഷറർ CP ശിഹാബുദ്ദീൻ, പ്രൊഫസർ A സജ്ന, ഡോക്ടർ TK ജലീൽ, ഡോക്ടർ A അസ്ഹർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വന്യജീവി സംഘർഷം സംസ്ഥാനങ്ങൾക്ക് മാർഗരേഖ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. വിവിധ സംസ്ഥാനങ്ങളിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് മാർഗരേഖ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഇത് പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ഒറ്റപ്പാലത്ത് സ്വകാര്യ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ഹ്രസ്വ സന്ദർശനത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. നെന്മാറ മണ്ഡലത്തിലെ 19 റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഭരണാനുമതി. നെന്മാറ നിയമസഭാ മണ്ഡലത്തിലെ 19 റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 5.95 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി K ബാബു MLA അറിയിച്ചു. വടവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മഴൂർക്കാവ് പെരിഞ്ചിറ റോഡ് 30 ലക്ഷം, കൂട്ടറ ഗുഡ്സ് ഷെഡ് റോഡ് 20 ലക്ഷം, പല്ലശ്ശന പഞ്ചായത്തിലെ പല്ലാവൂർക്കാട് കാടുവെട്ടി റോഡ് 35 ലക്ഷം, ചാമപ്പറമ്പ് മഠത്തിൽക്കളം റോഡ് 30 ലക്ഷം, പെരിഞ്ചിറ ഒല്ലൂർപ്പാടം റോഡ് 15 ലക്ഷം, കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പേരാട്ടുകാവ് പൊരിച്ചോളം റോഡ് 40 ലക്ഷം, കൊടുകപ്പാറ സീതാർകുണ്ട് റോഡ് 45 ലക്ഷം എന്നിവയ്ക്ക് തുക അനുവദിച്ചിട്ടുണ്ട്. നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ വല്ലങ്ങി പുളിക്കൽത്തറ റോഡ് 20 ലക്ഷം, തെക്കേത്തറ കച്ചേരിപ്പൊറ്റ റോഡ് 40 ലക്ഷം, നെല്ലിയാമ്പതി പഞ്ചായത്തിലെ റോസറി റോഡ് 30 ലക്ഷം, കൂനമ്പാലം ഫാക്ടറി റോഡ് 20 ലക്ഷം, അയലൂർ പഞ്ചായത്തിലെ മരുതംചേരി വടക്കൻചിറ റോഡ് 30 ലക്ഷം, അയലൂർ മൂല റോഡ് 40 ലക്ഷം, എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മൂച്ചിക്കൽ നെല്ലാഞ്ചേരി റോഡ് 20 ലക്ഷം, അരുവന്നൂർ പറമ്പ് കല്ലാട്ടുകുളമ്പ് റോഡ് 45 ലക്ഷം, കൊടുവായൂർ പഞ്ചായത്തിലെ ചേരിക്കോട് തെക്കുംപുറം റോഡ് 30 ലക്ഷം, കൊരങ്ങോട് വെട്ടുംപുള്ളി റോഡ് 20 ലക്ഷം, കേരളപുരം റോഡ് 45 ലക്ഷം, മുതലമട പഞ്ചായത്തിലെ കിഴക്കേ ചുക്കമ്പതി റോഡ് 40 ലക്ഷം എന്നീ റോഡുകളും നവീകരിക്കാനാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ട്രോഫി മത്സരം 27-ന്. ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ട്രോഫി 27-ന്. ജില്ലയുടെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂളിനെ കണ്ടെത്താനായി ജില്ലാ ഭരണകൂടവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ട്രോഫി 27-ന് നടക്കും. ഒറ്റപ്പാലം പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് 27-ന് രാവിലെ 9:30 മണിക്കാണ് മത്സരം. www.iqa.asiaയിൽ ക്വിസ് പ്ലേയേഴ്സ് ആയി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ടീമുകളായാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. വിജയികൾക്ക് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസുകളും ലഭിക്കും. 1ാം സ്ഥാനക്കാർ സംസ്ഥാന ഫൈനലിലേക്ക് യോഗ്യത നേടും. ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ രജിസ്ട്രേഷന് 7905353999 എന്ന നമ്പറിലോ iqa@sqc@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടണം. മലമ്പുഴ ഡാം കാർഷികാവശ്യത്തിന് മാത്രമാണെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി. മലമ്പുഴ ഡാം നിർമ്മിച്ചത് കാർഷിക ആവശ്യത്തിനായി മാത്രമാണെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി. ഡാമിൽ നിന്ന് വ്യാവസായിക ആവശ്യങ്ങൾക്കായി വെള്ളം നൽകുന്നത് ഹൈക്കോടതി വിധികൾക്കെതിരാണെന്നും ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാർഷിക ആവശ്യത്തിന് മാത്രമായാണ് 1949-ൽ ഡാം നിർമ്മിച്ചത്. ഡാം നിർമ്മിക്കുമ്പോൾ തന്നെ രേഖകളിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാർഷിക ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നടന്ന കേസിലാണ് മലമ്പുഴ വെള്ളം കാർഷിക ആവശ്യത്തിനാണെന്ന് വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്. കഞ്ചിക്കോടും പരിസര പ്രദേശത്തുമുള്ള വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ തുടങ്ങിയതോടെ കാർഷിക ആവശ്യത്തിന് വെള്ളം തികയാതെ വന്നതോടെയാണ് കർഷക സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചത്. ഡാമിൽ നിന്നുള്ള വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇതിനെതിരെ കർഷകന്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഡാമിൽ നിന്നും കൃഷിക്ക് വെള്ളം നൽകാത്തതിനെതിരെ പലതവണ ഉണക്കം വന്നു. അതിനായി ഞാൻ ദേശീയ കർഷക സംരക്ഷണ സമിതി 2003 ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഞങ്ങൾക്ക് അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾക്ക് തരാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുമാണ് കേസ് കൊടുത്തു. അതിൽ വിധി വന്നു, കാർഷിക ആവശ്യത്തിന് വേണ്ടിയാണ് നിർമ്മിച്ച ഡാമാണ്, അതുകൊണ്ട് കൃഷിയെ രക്ഷിക്കേണ്ട ചുമതല ഡാമിനുണ്ട്, അതുകൊണ്ട് കൃഷിക്ക് വേണ്ട വെള്ളം കൊടുക്കണമെന്നുള്ള വിധി വന്നു. പിന്നെ അതിനുശേഷം വ്യവസായങ്ങൾക്ക് വേണ്ടി
ഒരുപാട് വെള്ളം കൊടുക്കുകയും കൃഷിക്കുള്ള വെള്ളം തികയാതിരുന്നപ്പോൾ 2018 വീണ്ടും ഞങ്ങൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അതിലും വിധി പറഞ്ഞത് കാർഷികേതര മലമ്പുഴ വെള്ളം കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധി വന്നു. ആ വിധിപ്പകർപ്പ് ഇതാ 2 വിധിപ്പകർപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ വീണ്ടും ഇപ്പോഴത്തുള്ള അവസ്ഥ, കഞ്ചിക്കോട് മേഖലയിൽ ഒരുപാട് വ്യവസായങ്ങൾ വരുന്നു. ഇനി സ്മാർട്ട് സിറ്റി വരുന്നു. അതിന് വൻ വ്യവസായങ്ങളാണ് വരാൻ പോകുന്നത്. ആ വ്യവസായങ്ങൾക്കുള്ള വെള്ളം മലമ്പുഴയിൽ നിന്നാണ് കൊടുക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ വെള്ളം കൂടി കൊടുത്തു കഴിയുമ്പോൾ മലമ്പുഴയിലെ വെള്ളം കൃഷി ആവശ്യത്തേക്കാൾ കൂടുതൽ വ്യവസായങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുക്കും. എലപ്പുള്ളിയിൽ വരുന്ന മദ്യ കമ്പനിക്കും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിൽ വരാനിരിക്കുന്ന വ്യവസായ ഇടനാഴിക്കും വെള്ളം നൽകുന്നതോടെ മലമ്പുഴ ഡാം കർഷകർക്ക് അന്യമാവും. കഞ്ചിക്കോട്, പുതുശ്ശേരി, എലപ്പുള്ളി മേഖലകളിൽ പരമ്പരാഗത ഏരികളിലും കുളങ്ങളിലും മഴവെള്ളം സംഭരിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാവണം. മലമ്പുഴ ഡാമിന്റെ നിർമ്മാണ ലക്ഷ്യവും ഹൈക്കോടതി വിധികളും മറികടന്ന് എലപ്പുള്ളി മദ്യ കമ്പനിക്ക് വെള്ളം നൽകാൻ സർക്കാർ തീരുമാനിച്ചാൽ നിയമപരമായും സമരത്തിലൂടെയും നേരിടുമെന്ന് പാണ്ടിയോട് പ്രഭാകരൻ പറഞ്ഞു. കെ ശരവണകുമാർ, വി ബാലകൃഷ്ണൻ, സി ആർ രാജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ സ്നേഹാദരം. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സ്നേഹാദരം എന്ന പേരിൽ നാളെ നടക്കുമെന്ന് പ്രിൻസിപ്പൽ വി ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിൻസിപ്പലായിരുന്ന കെ രാജീവ്, പ്രധാന അധ്യാപകനായിരുന്ന പി ജഗദീഷ്, അധ്യാപിക PR രാധാമണി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകുക. ഒപ്പം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന പരിപാടി മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. P മമ്മിക്കുട്ടി MLA അധ്യക്ഷനായിരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പ്രധാന അധ്യാപകൻ C കലാധരൻ, PTA പ്രസിഡന്റ് CP സതീഷ് കുമാർ, അധ്യാപകൻ KK മനോജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അരിവാറ്റി മദ്യം നൽകലാണോ കമ്മ്യൂണിസ്റ്റ് നയമെന്ന് വ്യക്തമാക്കണമെന്ന് CPIM-ൽ റെഡ് സ്റ്റാർ. അരിവാറ്റി മദ്യം നൽകലാണോ കമ്മ്യൂണിസ്റ്റ് നയമെന്ന് CPIM വ്യക്തമാക്കണമെന്ന് CPIM-ൽ റെഡ് സ്റ്റാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TC സുബ്രഹ്മണ്യൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മദ്യനിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തു അരിയാണെന്ന വാദം കർഷക പ്രതിഷേധം ഇല്ലാതാക്കാനാണെന്നും സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയിറക്കി ഭക്ഷണം കഴിക്കുന്ന കേരളത്തിൽ അരിയിൽ നിന്നുമാണ് മദ്യം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന സർക്കാരും CPIM-ഉം ഒരേ സമയം കർഷക വഞ്ചനയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുമാണ് നടപ്പിലാക്കുന്നത്. കർഷകർക്ക് വാഗ്ദാനം നൽകി പഞ്ചാബിൽ മദ്യനിർമ്മാണം ആരംഭിച്ച ഒയാസിസ് കർഷക വിരുദ്ധത നടത്തിയതിനെ തുടർന്നാണ് അടച്ചുപൂട്ടേണ്ടി വന്നത്. മഴവെള്ളം സംഭരിച്ച് മദ്യ കമ്പനി ആരംഭിച്ചാലും ഭൂഗർഭ ജലനിരപ്പ് കുറയാനിടയാകും. 3 പഞ്ചായത്തിന് ആവശ്യമായ വെള്ളമാണ് മദ്യ കമ്പനിക്ക് ഒരു ദിവസം വേണ്ടിവരുന്നത്. ചാലിയാർ മുതൽ പെരിയാർ വരെ നശിപ്പിച്ച രീതിയാണ് സർക്കാരിന്റേത്. ആ രീതിയാണ് പാലക്കാടും തുടരുന്നത്. എന്ത് വില കൊടുത്തും മദ്യ കമ്പനി ആരംഭിക്കുമെന്ന സർക്കാർ CPIM തീരുമാനം നടപ്പിലാവില്ലെന്നും സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രോവിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K ശിവരാമൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മഴവെള്ള സംഭരണി കൊണ്ടാണ് ജലം എടുക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതേ സമയത്ത് തന്നെ ഒയാസിസ് കമ്പനി അതിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പാലക്കാട് സുലഭമായി അരി കിട്ടുന്നതുകൊണ്ട് അരി പൊളിപ്പിച്ചിട്ടാണ് ഈ മദ്യ നിർമ്മാണത്തിന് വേണ്ട സാമഗ്രി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ്, കുടിവെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, അരി ലഭ്യത കൊണ്ടാണ് പാലക്കാടേക്ക് കമ്പനി വരുന്നതാണ് ഒയാസിസ് കമ്പനി വ്യക്തമാക്കിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നമാണ് നിൽക്കട്ടെ. കേരളം മറ്റ് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അതിന് ഭക്ഷ്യാവശ്യങ്ങൾക്കുള്ള അരി കണ്ടെത്തുന്നത്. അപ്പോ ഒരു പാർട്ടിയുടെ, തൊഴിലാളി വർഗത്തിന്റെ, അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അരി തരില്ല, അരി വാറ്റിത്തരാം എന്ന നിലപാടാണ്. ഇതാണ് പ്രശ്നം. ജനങ്ങൾക്ക് ആവശ്യം ഭക്ഷണമാണ്. ഭൂരിപക്ഷം ആളുകൾ കേരളത്തില് റേഷൻ കടയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ഇതര സംസ്ഥാനത്ത് അരി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയാണ്, എന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്, അദ്ദേഹം പറയണം ഞങ്ങൾ അരി വാറ്റിത്തരാം, ഭക്ഷണം തരില്ല, മദ്യം തരാം. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈജംപ്
ലാൻഡിംഗ് മാട്രസ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മണ്ഡലത്തിലെ സ്കൂളുകളുടെ ഉപയോഗത്തിനായി MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നുള്ള തുക വിനിയോഗിച്ചു നൽകിയ സ്റ്റാൻഡോട് കൂടിയ ഹൈജംപ് ലാൻഡിംഗ് മാട്രസ് അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം വിജിത, PTA പ്രസിഡന്റ് K. ബാബുരാജ്, MPTA പ്രസിഡന്റ് K. ശാലിനി, SMC ചെയർമാൻ KP ഹരികൃഷ്ണൻ, പ്രധാനാധ്യാപകൻ K. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ P. മനോജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KR ധന്യ നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാ. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. തൊഴിൽ മേഖലാ ചൂഷണങ്ങളെ കുറിച്ച് പഠനം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിഭജന കമ്മീഷൻ. തൊഴിൽ മേഖലകളിലെ ചൂഷണങ്ങളെ കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തി 1 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിഭജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിഹാര അദാലത്ത് നടന്നു. 23 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 13 എണ്ണത്തിൽ തീർപ്പാക്കി. 10 എണ്ണം അടുത്ത അദാലത്തിലേക്ക് മാറ്റി. 8 പരാതികൾ പുതിയതായി ലഭിച്ചു. പള്ളി കമ്മിറ്റി കുടുംബത്തെ ഭ്രഷ്ട് കൽപ്പിച്ചു, മഹലിൽ നിന്ന് അകറ്റി നിർത്തുന്നതായ പരാതിയിൽ ഇരു കൂട്ടരോടും സംസാരിച്ചു തീർപ്പാക്കി. ലഭിച്ച പരാതികളിൽ ഏറെയും തൊഴിൽ തട്ടിപ്പ്, PSC റാങ്ക് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥിയും അധ്യാപകനുമായുള്ള പ്രശ്നം, പോലീസിനെതിരെ തുടങ്ങിയ പരാതികളും പരിഗണനാ വിഷയങ്ങളായി. കമ്മീഷൻ അംഗം K. ഷാജഹാൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ, അസിസ്റ്റന്റ് P. അഭിഷേക് എന്നിവരും അദാലത്തിൽ സന്നിഹിതരായിരുന്നു. ശൗചാലയ കോംപ്ലക്സ് തുറന്നു. പ്രത്യേക വികസന നിധിയിൽ നിന്ന് തുക വിനിയോഗിച്ച ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ശൗചാലയ മുറികൾ അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ജാനകിദേവി അധ്യക്ഷയായി. നഗരസഭാ എഞ്ചിനീയർ T. ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് T. ഷിബു, മദർ സുപ്പീരിയർ C. മരിയ, പ്രശാന്തി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന ആശ എബ്രഹാം സ്വാഗതവും സ്കൂൾ അസിസ്റ്റന്റ് ലീഡർ PB സ്നേഹ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. അകത്തേത്തറയിൽ ലയൺസ് ക്ലബ്ബ്, പാലക്കാട് ചേംബർ, ട്രിനിറ്റി കണ്ണാശുപത്രി, അകത്തേത്തറ NSS HSPTA കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ലയൺ P. ബൈജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ M. രജനി, ചാർട്ടർ പ്രസിഡന്റ് R. ബാബു സുരേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് കുമാർ, മെന്റർ പുരുഷോത്തമൻ, ഡയറക്ടർ R. ശ്രീകുമാർ, സീനിയർ വൈസ് പ്രസിഡന്റ് റോഷൻ അലക്സ്, PTA കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ, അജിത്, അംബിക വർമ്മ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ലത T. നായർ എന്നിവർ സംസാരിച്ചു. കണ്ണട ആവശ്യമുള്ള കുട്ടികൾക്ക് ലയൺസ് ക്ലബ്ബ് സൗജന്യമായി കണ്ണട നൽകും. നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോവുക? എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോവുക? പനി വരുമ്പോൾ
പനിയല്ല, നമുക്ക് തീരെ വയ്യാതെ ആകുമ്പോഴേ ഡോക്ടറെ അടുത്ത് പോകുള്ളൂ. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. അത് നമുക്കുള്ളത് കൊണ്ട് അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല. അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിൻ്റെ വില അറിയുള്ളൂ. നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, കണ്ണുണ്ടാകുമ്പോൾ കാഴ്ചയില്ല എന്ന് പറഞ്ഞ പോലെ, അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പം ഇന്ന് പല തരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നോളജി എത്രത്തോളം മുന്നോട്ട് പോകുന്നോ അത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട്. കാരണം ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ അസുഖത്തിൻ്റെ പ്രധാന വില്ലനായിട്ട് നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈലും ഒക്കെ തന്നെയാണ്. കൂടുതൽ സമയം നമ്മളതിൽ ചെലവഴിക്കുകയും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ഭക്ഷ്യരീതി അല്ലെങ്കിൽ ജീവിത ശൈലി ഇതൊക്കെ തന്നെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. കിടപ്പ് രോഗികൾക്ക് സൗജന്യ ഉപയോഗത്തിന് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. മണ്ണാർക്കാട്ടെ വോയിസ് ഓഫ് മണ്ണാർക്കാട് കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യ ഉപയോഗത്തിന് ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വോം സ്നേഹ സ്പർശം എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം വീൽചെയർ, എയർ വാട്ടർ ബെഡുകൾ, കട്ടിൽ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്, ബാത്റൂം ചെയർ, ഓക്സിജൻ സിലിണ്ടർ എന്നിവയാണ് നൽകുക. വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യ ഉപയോഗം ലഭ്യമാകാൻ 9249898418 9656222269 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഥകളി അണിയറയിലെ ഭീഷ്മാചാര്യന് യാത്രാമൊഴി. കഥകളി അണിയറയിലെ ഭീഷ്മാചാര്യനും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ പാലക്കാട് മാങ്ങോട് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ നിര്യാതനായി. വെള്ളിനേഴി മാങ്ങോട് വീട്ടിലായിരുന്നു അന്ത്യം. മുണ്ടുകാട്ടിൽ പാറക്കുട്ടിയമ്മയാണ് ഭാര്യ. ഉണ്ണികൃഷ്ണൻ, ശിവരാമൻ, ശങ്കരനാരായണൻ, മോഹനൻ എന്നിവരാണ് മക്കൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലപ്പുള്ളി വിഷയത്തിൽ പോർമുഖം തുറന്ന് രമേശ് ചെന്നിത്തല നാളെ പാലക്കാട്. ചെർപ്പളശ്ശേരിയിൽ വൻ തീപിടുത്തം, വ്യാപാര സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. സംസ്ഥാനത്തെ മികച്ച ഭരണാധികാരിക്കുള്ള പുരസ്കാരം ഡോക്ടർ എസ് ചിത്രയ്ക്ക്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിന് NAC A++ അംഗീകാരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.